എനിക്ക് തോന്നുന്നു ഇന്നത്തെ നമ്മുടെ ചർച്ച ഒരുപക്ഷെ ഈ ഗോ സംരക്ഷണം ശരിയോ തെറ്റോ എന്നതിലേക്ക് വഴിതെറ്റിപ്പോയാൽ ഒരുപക്ഷെ ആ ചർച്ചയുടെ ഡയറക്ഷൻ നഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നത്. അത് സ്വാഭാവികമായിട്ട് നമ്മൾ ഒരുപാട് ഡിബേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. നമുക്കെല്ലാവർക്കും അതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. പക്ഷേ എനിക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ പറയാൻ തോന്നുന്ന ഒരു കാര്യം, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം നിരവധി വിഷയങ്ങൾ ഉയർന്നു വരികയും അതിനോടുള്ള അദ്ദേഹത്തിൻ്റെ പല രീതിയിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ കാണുകയൊക്കെ ചെയ്തു. വേണു ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു സമയത്ത് അദ്ദേഹം പെട്ടെന്നൊരു ഉൾവിളി ഉണ്ടായതുപോലെ പറയുകയാണ്, ഈ നിങ്ങൾ ദളിതരെ ആക്രമിക്കുന്നതിന് പകരം എനിക്ക് നേരെ നിറയൊഴിക്കുമെന്ന്. സംരക്ഷകർ എന്ന് പറയുന്നവരെ തള്ളി പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് നിയമം നിലനിൽക്കുന്നു, നിയമം അതിൻ്റെ വഴിക്ക് ചലിക്കുമെന്നുമൊക്കെ പറഞ്ഞ് അദ്ദേഹം വലിയ ഒരു സ്റ്റേറ്റ്മാൻഷിപ്പ് ഉയർത്താനുള്ളൊരു പരിശ്രമം ഉണ്ടായി. കാരണം അദ്ദേഹം ഈ നമ്മൾ ഒന്നല്ലെങ്കിൽ ധരിച്ചിരുന്ന അല്ലെങ്കിൽ പൊതുവെ അദ്ദേഹത്തെക്കുറിച്ച് പ്രചരിപ്പിച്ചിരുന്ന ഈ കേവലം ഒരു RSSൻ്റെ അല്ലെങ്കിൽ ഒരു RSS മുന്നോട്ട് വയ്ക്കുന്ന ഈ ഹൈന്ദവ രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളല്ല, ബ്രാഹ്മണ രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളല്ല എന്നൊരു ധ്വനിപ്പിക്കുമാർ അദ്ദേഹം വീണു വന്നു. വേണു പറഞ്ഞ പോലെ അതിൻ്റെ പിറ്റേ ദിവസം പ്രവീൺ തൊഗാഡിയയുടെ വളരെ ശക്തമായ സ്റ്റേറ്റ്മെൻറ്റ് വരികയാണ്. സ്വാഭാവികമായിട്ടും RSSൻ്റെ ഒരു രീതികൾ നമ്മൾക്ക് അകത്തു നിന്നറിയില്ലെങ്കിലും പുറത്തു നിന്നറിയാവുന്നത് വെച്ചിട്ട് ഇതിൻ്റെയൊക്കെ പ്രമുഖ സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾ ഇതിൻ്റെ അകത്ത് അവരെ ജസ്റ്റിഫൈ ചെയ്യുന്നത് RSSൻ്റെ പ്രത്യയശാസ്ത്ര അടിത്തറ കൊണ്ടാണ്. ഇപ്പോൾ നരേന്ദ്രമോദി എന്ന നേതാവിനെ പ്രവീൺ തൊഗാഡിയെ വിമർശിക്കുന്നത് പ്രവീൺ തൊഗാഡിയെ വലിപ്പം വെച്ചിട്ടല്ല. അദ്ദേഹം പറയുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് പ്രത്യയശാസ്ത്രപരമായ അടിത്തറയുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യാം. അങ്ങനെയാണ്. അപ്പോൾ ഇതിന് ശേഷം ഇപ്പം കാണാൻ കഴിയുന്നത് നരേന്ദ്രമോദിക്ക് RSSൻ്റെ ഒരു ക്ലിയർ മെസ്സേജ് ഉണ്ട്. അതായത് RSSൻ്റെ രാഷ്ട്രീയത്തിനപ്പുറം പോയി RSS മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യയശാസ്ത്രത്തിനപ്പുറം പറക്കാമെന്ന് നരേന്ദ്രമോദി ആണെങ്കിലും കരുതേണ്ടതില്ല. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ വളരെ ശക്തമായ ഒരു മെസ്സേജ് നരേന്ദ്രമോദിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഇപ്പോൾ മോഹൻ ഭാഗവത് ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ്, ഗോരക്ഷകരെ തള്ളിപ്പറഞ്ഞുള്ള ഒരു ഭരണമല്ല ഇവിടെ ഉണ്ടാകേണ്ടത്, അതല്ല RSS വിഭാവനം ചെയ്യുന്നത്. അതിനോട് ചേർത്ത് വയ്ക്കാവുന്ന രീതിയിലുള്ള പ്രതികരണം ഇന്ന് നരേന്ദ്രമോദിയുടെ ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ പ്രസംഗത്തിൽ അദ്ദേഹം ഒരുപക്ഷെ വേണു ശ്രദ്ധിച്ചു കാണും, ഒരുപക്ഷെ നമ്മൾ ചർച്ചയിലേക്ക് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവസാനിപ്പിച്ച് ജയ് ശ്രീറാം നിരവധിയായി തവണ ജയ് ശ്രീറാം വിളികൾ ഉദ്ധരിച്ചുകൊണ്ടും, അതായത് വീണ്ടും RSSൻ്റെ അജണ്ടയിലേക്ക് മടങ്ങാതെ നരേന്ദ്രമോദിക്ക് നിവൃത്തിയിലെ തരമില്ല. ആ ഒരു മാറ്റമാണ് നമ്മൾ കാണേണ്ടത്. വേറൊന്നുമല്ല, നരേന്ദ്രമോദിക്ക് നമ്മൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേറ്റ്മാൻഷിപ്പിലേക്കോ അല്ലെങ്കിൽ ലോകം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാൻ കഴിയുന്ന ആ ഒരു സ്റ്റേറ്റ്മാൻഷിപ്പിലേക്കോ ഉയരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചാലും RSS അതിന് അനുവദിക്കില്ല എന്നുള്ളൊരു മെസ്സേജ് ഉണ്ട്. അതർവൈസ് ആസ് എ വെരി ബോൾഡ് പ്രൈം മിനിസ്റ്റർ he would have very well said, no, this is not the agenda of my government. എൻ്റെ സർക്കാരിൻ്റെ അജണ്ട ഗോരക്ഷകരെ സംരക്ഷിക്കലല്ല എന്ന് നരേന്ദ്രമോദിക്ക് പറയാൻ കഴിയില്ല. കാരണം RSSൻ്റെ ആ ഒരു സ്വാധീനത്തിന് പുറത്തു വരാനുള്ള ത്രാണി, അതിനുള്ള പ്രാപ്തി, ഇച്ഛാശക്തി എന്നൊക്കെ നമ്മൾ പറയും. ഒരുപക്ഷെ ശ്രീധരൻപിള്ള സാറിന് വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടായിരിക്കും. അത് അദ്ദേഹത്തിന് ഇല്ല എന്ന് വെളിവായ ഒരു സ്ഥിതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഗവൺമെൻറ്റിൻ്റെ നയങ്ങളും പരിപാടികളും നിരവധി സമയങ്ങളിൽ നമ്മൾ കണ്ടു. RSSൻ്റെ ഇൻ്റർവെൻഷനൊക്കെ മറ്റ് പല മേഖലകളിലും, ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയായിട്ട് ബന്ധപ്പെട്ടോ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ അവരുടെ ഇൻ്റർവെൻഷനൊക്കെ ഒരു സഹിഷ്ണുതയോടുകൂടിയാണ് സമൂഹം അല്ലെങ്കിൽ മാധ്യമങ്ങളുമൊക്കെ കണ്ടത് എങ്കിൽ ഇത് നമ്മുടെ ഒരു മതേതര സമൂഹത്തിന് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അതിനെതിരെ വലിയ പ്രതിഷേധവും വലിയ ഇതുമൊക്കെ ഉണ്ടായത്. സ്വാഭാവികമായിട്ടും ഗുജറാത്തിലൊക്കെ ഉണ്ടായ ദളിത് മുന്നേറ്റം അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്കും BJPക്കും എതിരായി ഉയർന്നു വന്ന വികാരം ഇതൊക്കെ ആയിരുന്നിട്ടും റാം മാധവനെ പോലെ RSSൽ നിന്നും BJPയിലേക്ക് സംഘടനാ ദൗത്യവുമായി വന്ന അദ്ദേഹം അത് പറയണമെന്നുണ്ടെങ്കിൽ അത് റാം മാധവൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല. അതിനുവേണ്ടിയല്ല അദ്ദേഹത്തെ നിയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ RSSൻ്റെ മെസ്സേജ് ഈസ് വെരി ക്ലിയർ. അവർ ആഗ്രഹിക്കുന്നത് ഇവിടെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ ഈ ഗോരക്ഷ അടക്കമുള്ള ഇവിടുത്തെ ആ ഒരു ബ്രാഹ്മണിക്കൽ അപ്രമാദിത്യം ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു ഭരണത്തിനാണ് നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് കഴിയുമെന്ന് ഇനി എനിക്ക് പ്രതീക്ഷയില്ല. കാരണം ഇടക്കാലത്ത് എനിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ തോന്നിയിരുന്നു. RSSൻ്റെ നേതാക്കന്മാരോട് തന്നെ അദ്ദേഹം പറഞ്ഞു, ആളുകളുടെ
ഈ വാക്കുകൾ നിയന്ത്രിക്കണം. സാക്ഷി മഹാരാജും അതുപോലുള്ള ആളുകളൊക്കെ പറഞ്ഞപ്പോൾ തോന്നുപോലെ പറയരുതെന്നൊക്കെ പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ നമ്മളൊക്കെ എല്ലാവരും ആഗ്രഹിച്ചു ഒരുപക്ഷെ പ്രധാനമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം ഒരു കേവലം BJP-കാരൻ്റെ RSS-കാരൻ്റെ ചട്ടക്കൂടിൽ നിന്നും പുറത്തു വന്ന് രാജ്യം ആഗ്രഹിക്കുന്നത് പോലെ, ലോകം കാണാൻ ആഗ്രഹിക്കുന്ന പോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന പദവിയുടെ ഔന്നത്യം ഉയർത്തി ഒരു സ്റ്റേറ്റ്മാൻഷിപ്പിലേക്ക് പോകാൻ കഴിയുമെന്ന്. പക്ഷേ അദ്ദേഹത്തിന് അത് കഴിയില്ല എന്നുള്ള മെസ്സേജ് ഇന്ന് വളരെ ക്ലിയറാണ്. അതിനപ്പുറത്തേക്ക് RSS-ൻ്റെ അജണ്ട വിട്ട് ചലിക്കാൻ മോഡിക്ക് സാധിക്കുമോ ഇല്ലയോ എന്ന ചർച്ചയിലാണ് ഇന്ന് പോകേണ്ടത്. കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതല്ല, ഇതിപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സൈനിക ആക്രമണത്തിന് ശേഷം ദേശീയതയോടൊപ്പം തീവ്ര ദേശീയത പറഞ്ഞ് തീവ്ര ദേശീയതയുടെ വക്താക്കൾ ഞങ്ങളാണ് എന്ന് വരുത്തുന്നതിനോടൊപ്പം തന്നെ ആ ഒരു ബ്രാഹ്മണിക്കൽ അജണ്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സാധനം ഞങ്ങൾ കൈവിട്ടിട്ടില്ല എന്ന ആ ഒരു ദ്വിമുഖ തന്ത്രം ഉപയോഗിച്ച് UP തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഒരു BJP-യെയും RSS-നെയും നരേന്ദ്രമോദിയുമാണ് ഇന്നത്തെ ദിവസം നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ തോന്നുന്നത്. ഡോക്ടർ യാസർ അറാഫത്ത്, UP തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ഈ പ്രധാനപ്പെട്ട രണ്ടു നേതാക്കളുടെയും ദസറ ദിന സന്ദേശത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇത് മോഹൻ ഭഗവതിൻ്റെ സംസാരം നമുക്ക് ഇലക്ഷനിൽ നിന്നും RSS-ൻ്റെയും അതേപോലെയുള്ള ഹിന്ദുത്വ ശക്തികളുടെയും ഒരു ചരിത്രപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റി അല്ലെങ്കിൽ അടർത്തി ഇട്ട് വായിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. ഇന്ന് മോഹൻ ഭഗത് സംസാരിച്ച കാര്യം പശു സംരക്ഷകർ ഭരണഘടനാപരമായിട്ട് പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഉപയോഗിച്ച ഗൗരക്ഷക എന്നുള്ള വാക്ക് ആരിൽ നിന്നാണ് ഇത് പശുക്കളെ സംരക്ഷിക്കപ്പെടേണ്ടത്, അല്ലെങ്കിൽ ആരിൽ നിന്നാണ് പശുക്കളെ സംരക്ഷിക്കേണ്ടത് എന്നുള്ള ചോദ്യം വേറൊരു തരത്തിൽ ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു. അല്ലെങ്കിൽ ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉപയോഗിക്കാതെയും പശുവിനെ സംരക്ഷിക്കണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞു വെക്കുകയായിരുന്നു മോഹൻ ഭഗവത് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട വേറൊരു കാര്യം, പ്രധാനമന്ത്രി മോഡി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ചില ക്രിമിനലുകൾ, പശു സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ക്രിമിനലുകൾ ഇന്ത്യയിൽ ഉണ്ട്, അവരെ ഒഴിവാക്കണം. അതേ സമയത്ത് തന്നെ യഥാർത്ഥത്തിൽ പശുക്കളെ സ്നേഹിച്ചുകൊണ്ടും അതിനെ സംരക്ഷിക്കുവാനുമുള്ള വേറൊരു സംഘമായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരാണ് യഥാർത്ഥ ദേശീയതയെയും യഥാർത്ഥ ഹൈന്ദവതയെയും പ്രതിനിധീകരിക്കുന്നത് എന്ന് മുമ്പേ പറഞ്ഞിരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ആദ്യം രാജേഷ് സൂചിപ്പിച്ചതുപോലെ പശുവിനെ അല്ലെങ്കിൽ പശുവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ദേശീയതയെ പിറകിലോട്ടേക്ക് കൊണ്ടുപോവുകയല്ല, മറിച്ച് അതിനെ ആഘോഷമായിട്ടും ആർമിയുമായിട്ടും അല്ലെങ്കിൽ പട്ടാളവുമായിട്ടും നിരന്തരം അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ബന്ധപ്പെടുത്തുവാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വേണം ഇന്ന് രാവിലെ നടന്ന പ്രസംഗത്തെ കാണേണ്ടത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ പശു സംബന്ധമായിട്ട് ചരിത്രകാരന്മാരായിട്ടുള്ള MGSൻ്റെ കാര്യം പറഞ്ഞു. DN Jha ആൻഷ്യൻ്റ് ടൈമിൽ പശുവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എങ്ങനെയായി പശുവിനെ ആഹാരിച്ചവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് എന്തിനാണ് ഇന്ത്യയിൽ നിരന്തരമായിട്ട് ആഹാരവുമായിട്ട്, പ്രത്യേകിച്ച് മാംസഭക്ഷണ ക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ച വരുന്നത് എന്നതിൻ്റെ ഒരു പരിസരത്തിൽ നിന്ന് നാം വായിക്കേണ്ട വേറൊരു കാര്യം, പോസ്റ്റ് മണ്ഡൽ കാലവുമായിട്ട് അല്ലെങ്കിൽ അതിനുശേഷം ഉണ്ടായിട്ടുള്ള പ്രത്യേകിച്ച് ദളിത് OBC വിഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സോഷ്യൽ മൊബിലിറ്റി അല്ലെങ്കിൽ സോഷ്യൽ മൊബിലിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും മാംസാഹാരത്തിൻ്റെ രാഷ്ട്രീയത്തെ വായിക്കേണ്ടതുള്ളതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നരവംശ ശാസ്ത്രവുമായിട്ടും അല്ലെങ്കിൽ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങളിൽ പറയുന്നത് മനുഷ്യൻ മാംസാഹാരത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലേക്ക് കടക്കുന്നത് നാഗരികതയുമായിട്ടും അല്ലെങ്കിൽ സിവിലൈസേഷണൽ പ്രോസസ്സിൻ്റെ ഓരോ അഡ്വാൻസ് സ്റ്റേജാണ് മാംസാഹാരത്തിൻ്റെ ലേയേഴ്സിനെ അല്ലെങ്കിൽ അതിൻ്റെ
വിവിധ തരത്തിലുള്ള ഭാഗങ്ങളെ കാണിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം സിവിലൈസേഷനിൽ അഡ്വാൻസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് മാംസാഹാരത്തെ കാണുന്നത്. ഇവിടെ എന്തുകൊണ്ട് ദളിത് കമ്മ്യൂണിറ്റികൾ, മണ്ഡൽ സമയത്തിന് ശേഷം ദളിത് കമ്മ്യൂണിറ്റികളും OBC കമ്മ്യൂണിറ്റികളും അവരുടെ സോഷ്യൽ മൊബിലിറ്റിയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭക്ഷണക്രമങ്ങളിലുള്ള മാറ്റവും, അത് നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് സഞ്ചരിച്ച ഒരാളെന്ന നിലയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പുതിയ സാമൂഹ്യ ക്രമത്തിൽ നിന്ന് ദളിത് OBC വിഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഭക്ഷണക്രമങ്ങളുടെ മാറ്റം, ആ മാറ്റം അവർ നിലനിൽക്കുന്ന സാമൂഹ്യ പരിസരങ്ങളിൽ പലപ്പോഴും സംഘടനകളിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതും പലരും കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് മുന്നോട്ട് കടന്നു വന്നിട്ടുള്ള ദളിതൻ്റെ അല്ലെങ്കിൽ കീഴാള വംശജരുടെ ഒരു തരത്തിലുള്ള സാമൂഹ്യ ഉന്നമനത്തെ പ്രകടിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഭക്ഷണം എന്ന് പറയുന്നത്. അത് പലപ്പോഴും നരവംശ ശാസ്ത്രജ്ഞന്മാർ കാണിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് അത് ബീഫിൽ നിന്ന് എന്താ പറയുക, ഉന്നതിയിൽ നിന്ന് ബീഫിൽ നിന്ന് മട്ടനിലേക്കും അല്ലെങ്കിൽ ചിക്കനിലേക്കും ചിക്കനിൽ നിന്ന് മട്ടനിലേക്ക് ഘട്ടം ഘട്ടമായിട്ടുള്ള പരിവർത്തനങ്ങൾ നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ പറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് ദേശീയതയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല, മറിച്ച് സവർണ സമുദായങ്ങളെ വില്ലേജ് അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ സാമൂഹ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യുന്ന ആദ്യത്തെ പ്രകടനാത്മകമായിട്ടുള്ള ഒരു പ്രതിരോധ സംവിധാനവും കൂടിയായിട്ടാണ് ഭക്ഷണത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ കാണുന്നത്. അപ്പം ഇത് രണ്ടും കൂടിയിട്ടാണ് എന്തുകൊണ്ടാണ് ഹിന്ദുത്വം അല്ലെങ്കിൽ RSS തുടങ്ങിയിട്ടുള്ള സംഘടനകൾ നിരന്തരമായിട്ട് ഭക്ഷണത്തിൻ്റെ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുവരുന്നത് എന്ന് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് വായിക്കേണ്ടത് എന്ന് തോന്നുന്നു. ശരി, ഞാൻ ഇടവേളയിലേക്ക് പോകാൻ, ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.